ആശാ വർക്കർമാരുടെ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് സൂചന നൽകി സെക്രട്ടേറിയറ്റ് നടയിൽ പൗരസാഗരം സംഘടിപ്പിച്ചു. ആശമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പൗരസാഗരം നടന്നത്. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ശക്തമായ വിമർശനവുമായാണ് പരിപാടിയിൽ കവി സച്ചിദാനന്ദൻ പ്രസംഗം നടത്തിയത്. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 2 മാസം പിന്നിടുമ്പോഴാണ് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സമരത്തിന് പിന്തുണയും സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് പൗരസാഗരം സംഘടിപ്പിച്ചത്. സാഹിത്യകാരി ഡോക്ടർ ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗത്തിന്റെ സമരങ്ങളിലൂടെ തന്നെയാണ് ഇന്ന് നമ്മൾ ലോകം ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അതിന്റെ ഒരു വൈരുദ്ധ്യം ആയിട്ട് നമുക്ക് കാണേണ്ടി വരിക. ആശാ സമരത്തെ കാണാൻ സർക്കാർ തയ്യാറാകണമെന്നും കോർപ്പറേറ്റ് സിഇഒമാരുടെ ഭാഷ ഉപയോഗിക്കുകയല്ല വേണ്ടതെന്നും കവി സച്ചിദാനന്ദൻ സന്ദേശത്തിലൂടെ പറഞ്ഞു. അവരോട് കോർപ്പറേറ്റ് സിഇഒമാരുടെ ഭാഷ ഉപയോഗിക്കാതിരിക്കുക, വലതുപക്ഷ ഫാസിസ്റ്റുകളുടെ ഭാഷ ഉപയോഗിക്കാതിരിക്കുക, ഇതിനെ നീതിയുടെ പ്രശ്നമായി കാണുക, ആരുയർത്തിയാലും ഒരു നീതിയുടെ പ്രശ്നത്തിനോട് പ്രതികരിക്കുക എന്നത് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ, ഇടതുപക്ഷം അല്ലെങ്കിൽ പോലും ജനാധിപത്യ ഗവൺമെന്റിന്റെ കടമയാണ്. സമരസാഗരത്തിന്റെ ഭാഗമായി ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം അവതരിപ്പിക്കുകയും സത്യപ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. തൊഴിലവകാശങ്ങൾക്കും പൗരാവകാശങ്ങൾക്കും വേണ്ടി സന്ധിയില്ലാതെ പൊരുതി മുന്നേറിയ നാട്. ഈ പ്രബുദ്ധ ഭൂമിയിൽ അതിജീവനത്തിനുള്ള ന്യായമായ കൂലി വർധനവിനു വേണ്ടി 2 മാസമായി സംസ്ഥാനത്തെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാപ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും സമരത്തിന്റെ ഭാഗമായി. പൗരസാഗരത്തിലൂടെ സർക്കാരിന് മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് ആശാവർക്കർമാർ. നാളെ ചേരുന്ന യോഗത്തിന് ശേഷം കൂടുതൽ സമര പരിപാടികൾ ആഹ്വാനം ചെയ്യും. ക്യാമറമാൻ രാജേഷ് താവലോടിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.